ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറ് ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കും ഭാര്യയാണോ തെറ്റ് ചെയ്തതെന്ന്. ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഭാര്യ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കണ്ടാൽ തന്നെ അത് ഇതുപോലെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാനോ ആളെ കൂട്ടാനോ നിൽക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനും സ്ത്രീക്കും ആരുമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഭാര്യ ആയാലും കുഴപ്പമില്ല, മറ്റുള്ള സ്ത്രീകളായാലും കുഴപ്പമില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് അത് തെറ്റല്ല. അതിപ്പോൾ നമ്മുടെ മന്ത്രി സാറിനൊരു ഭാര്യ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതൊരു തെറ്റായി കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ തെറ്റ് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് ഇത്രയും ഒരു നല്ലൊരു മന്ത്രിയാണ്. ഈ മന്ത്രീനെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിക്കാനായിട്ടുള്ള വടിയായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ പച്ചറിച്ച് തിന്നാനായിട്ട് ആരും അനുവദിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം സ്വന്തം ഭാര്യയ്ക്കുണ്ട്. അതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പേരും പറഞ്ഞ് ശ്രീവിദ്യാമ്മയുടെ കാര്യം കൂടി കൂട്ടി കുഴയ്ക്കുന്നുണ്ട്. ശ്രീവിദ്യാമ്മേനെ സ്നേഹിച്ചുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ മാത്രമുള്ളൂ. ആ ശ്രീവിദ്യാമ്മയ്ക്ക് ചെന്നൈയിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാണ്ട് വേദനയും സഹിച്ച് അവിടെ കിടക്കുമ്പോൾ ഗണേഷ് കുമാറാണ് പറഞ്ഞത്, വിദ്യാമ്മ അങ്ങോട്ട് പോകുന്നുള്ളൂ, ഇവിടെ നമുക്ക് ചികിത്സിക്കാം എന്ന് പറഞ്ഞ് ശ്രീവിദ്യാമ്മേനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയതും ഗണേഷ് കുമാറാണ്. അത് പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ ശ്രീവിദ്യയുടെ സ്വത്ത് മോഹിച്ചിട്ടോ ഒന്നല്ല. എന്തിനും ഗണേഷ് കുമാറിന് തന്നെ ഇട്ട് മൂടാൻ സ്വത്തുണ്ട്. ശരിക്കും പറഞ്ഞൊരു രാജകുമാരനാണ്. പിന്നെ ഇനി പാവം ശ്രീവിദ്യയുടെ സ്വത്തിൻ്റെ ആവശ്യമുണ്ടോ? അതൊക്കെ ശ്രീവിദ്യയുടെ ബന്ധുക്കൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. ശ്രീവിദ്യയുടെ ചേട്ടന്മാരൊക്കെ ഒരാൾ മരിച്ചു പോകും. അപ്പോൾ അതിലൊന്നും ഒരർത്ഥമില്ല. നല്ലത് മാത്രമാണ് ശ്രീവിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളൂ. അതറിയണവർക്ക് അറിയാം. പിന്നെ ശ്രീവിദ്യയുടെ ഒരു ആഗ്രഹപ്രകാരം അതൊരു നൃത്തമണ്ഡപമാക്കാനായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തതായില്ല എന്ന് മാത്രം. അതിനിപ്പോൾ ഗണേഷ് കുമാർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല. അത് മന്ത്രിസഭയിൽ പല വകുപ്പുകളും കൂടി ചേർന്നുള്ളൊരു കാര്യമാണ്. അത് അവർ വിചാരിച്ചാലേ നടക്കുള്ളൂ. അതിൽ ഇദ്ദേഹം നിരപരാധിയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു മന്ത്രിയാണ്, ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഗണേഷ് കുമാർ. അത് അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇവരുടെ കുടുംബ പ്രശ്നമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ.